അതുപോലെ ഇത് നമുക്ക് വിഴിഞ്ഞ സൈഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് എഞ്ചിൻ പണിയാനായിട്ട്. അപ്പോൾ ക്രാങ്ക് എല്ലാം പോയി, നമ്മൾ ലെയ്ത്തിൽ കൊണ്ടുപോയി ക്രാങ്ക് വിട്ട് സിലിണ്ടറും എല്ലാം പണിതു. ക്രാങ്ക് കേസ് ഇരിപ്പുണ്ട്, പാർട്സ് എല്ലാം ഉണ്ട്. വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇത് എഞ്ചിൻ പണി ഫുൾ എഞ്ചിൻ പണി മാത്രമേ ഉള്ളൂ. ഇതാണ് ക്രാങ്ക് അല്ലേ? ഇതാണ് ക്രാങ്ക്. ഇത് ഹെഡ്, ഇത് സിലിണ്ടർ, ഇത് ക്രാങ്ക് കേസ്. ഇനിയിപ്പോൾ ഇതിന്റെ അകത്തുള്ള ഇതൊക്കെ ക്രാങ്ക് കേസിന്റെ ബെയറിങ്ങുകളാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം മാറും. ഓക്കെ, ഓ എല്ലാം മാറാനായിട്ട് ബെയറിംഗ് കിറ്റ് മേടിച്ചു. ഓക്കെ ഓക്കെ, നമ്മൾ ഒറിജിനൽ പാർട്സ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എല്ലാം ജെനുവിൻ റോയൽ എൻഫീൽഡ് പാർട്സ് മാത്രമാണ്. അപ്പോൾ ഇത് രണ്ടും റീസ്റ്റോർ? ഇത് ഫുൾ റീസ്റ്റോറേഷൻ അല്ല, ഇത് നമുക്ക് ജസ്റ്റ് ബോഡി മാത്രം പെയിന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. നിർത്തി എന്ന് ഉദ്ദേശിക്കുന്നത് മഡ്ഗാർഡും 2 ടൂൾ ബോക്സ്, കവറുകൾ, ടാങ്കും എല്ലാം അഴിച്ചിട്ട് അങ്ങനെ. മനസ്സിലായി. ഇപ്പോൾ വർക്ക് എല്ലാം കഴിഞ്ഞു, റിയർ മഡ്ഗാർഡ് കിട്ടാനില്ല, എല്ലായിടത്തും തിരക്കി. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇതും ഫുൾ റീസ്റ്റോറേഷൻ ആണ്. ഓക്കെ, ഇതിന്റെ വീലും ഇതിന്റെ അതല്ല, ഇതിൽ അലോയ് വീൽസ് ആണ് ഇടുന്നത്. അതാണ് ഈ ഇരിക്കുന്ന ബോക്സിൽ. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് ഫണ്ട് ഷോർട്ടേജ് ആയതുകൊണ്ട് നമ്മളെ ഫ്രണ്ടിന്റെ വണ്ടി തന്നെയാണ്. അടുത്ത ആഴ്ച എന്തായാലും ഇറങ്ങും, നമുക്ക് വീഡിയോ ഇടാം. 500 ആണ് വണ്ടി. ഓക്കെ, പഴയ വണ്ടി, പഴയ മോഡൽ 500 അല്ലേ? അതുപോലെ ഇത് റീസ്റ്റോറേഷൻ. ഈ കളറാണ് വണ്ടി, കോഫി ബ്രൗൺ. ഇതാണ് കളർ. ഇപ്പൊ അതിന്റെ പെയിന്റിങ് കഴിഞ്ഞു, പ്ലാറ്റിംഗ് ചെയ്ത് കിട്ടിയില്ല. ഇത് 500 ആണോ? അത് 500. ഓക്കെ ഓക്കെ, പ്ലാറ്റിംഗ് ചെയ്ത് കിട്ടിയില്ല, നട്ടും പോട്ടും. അപ്പൊ അതിനു വേണ്ടി പെയിന്റിംഗ് ആണ് വണ്ടി. ഓക്കെ, അതേപോലെ ഈ വണ്ടികളൊക്കെ റീസ്റ്റോറേഷൻ കൊണ്ടുവന്നാ? ഇതെല്ലാം റീസ്റ്റോറേഷൻ, എഞ്ചിൻ വർക്കിന്. ഇത് ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെ ഇരിക്കണതാണ്. ഓക്കെ, അതുപോലെ തന്നെ പുറത്തിരിക്കുന്ന വണ്ടികളുണ്ടല്ലേ? എനിക്ക് കുറച്ച് വണ്ടികളുണ്ട് ഇവിടെ. ഇതിന് വേറെ വണ്ടിയുണ്ട് ഇവിടെ. ഇതിപ്പോ ഒരു വണ്ടി ഡിസ്മാൻഡിൽ ചെയ്തിട്ടേക്കുന്നതാണ്. ഇത് കന്യാകുമാരി എന്ന് വന്ന ഒരു വണ്ടിയാണ്. അതിപ്പോ പെയിന്റിങ് കഴിഞ്ഞ് അതിന്റെ പാർട്സാണ് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെയ്സ് ഇതോടെ ഇരിപ്പുണ്ട്. പിന്നെ പ്ലാറ്റിംഗ് കിട്ടാനുണ്ട്. പിന്നെ അവിടെ അത് വേറെ വണ്ടിയാണ്. അവിടെ സാരി കട കാണും, അതിന്റെ പ്ലാറ്റിംഗ് കിട്ടാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ ഓരോ വണ്ടി പെയിന്റിംഗ് ആനീഷേട്ടൻ്റെ ലൈൻ വരയ്ക്കാനുണ്ട്. ടാങ്ക് കൂടെ അടിച്ച് തന്നില്ല, ലൈൻ വരയ്ക്കാൻ കൊടുക്കണം. പിന്നെ ഇതൊക്കെ ബോക്സിൽ ഓരോ വണ്ടികൾ പൊളിച്ചിട്ടേക്കുന്നതിന്റെ പാർട്സ് ആക്കി മാറ്റി നമ്പർ എഴുതിയിട്ടേക്കുന്നതാണ്. മനസ്സിലാവോ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക്? എഴുതിയിട്ടുണ്ട് വണ്ടി നമ്പരും സ്ഥലപ്പേരും കണ്ട കണ്ട ഓരോ ബോക്സിലും എഴുതി മാറ്റിയിട്ടുണ്ട്. അത് ഒരിക്കലും മാറി പോകില്ല. അത് 2 മൂലയ്ക്ക് 4 മൂലയ്ക്കും ഉണ്ട്. ഇവിടെ ഉണ്ട്. നമ്മുടെ അല്ലേ റോയൽ എൻഫീൽഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം, അതാണ് ബുള്ളറ്റ് സോൺ എന്ന് പറയുന്നത്.